ഇതിനൊക്കെ എന്താ ഇംഗ്ലീഷിൽ പറയാം? കുട്ടികളൊക്കെ വീഴുമ്പോൾ ചിലപ്പോൾ മുട്ടിലൊക്കെ ഇങ്ങനത്തെ മുറിവുണ്ടാവും. ഇങ്ങനെ ഒരയുന്നതിന് പറയുന്നതാണ് സ്ക്രേപ്പ്. ഹി ഫെൽ ഓഫ് ദ ബൈക്ക് ആൻഡ് സ്ക്രേപ്ഡ് ഹിസ് നീ. ഈ മുറിവ് ഉണങ്ങി തുടങ്ങുമ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ കറുത്ത നിറത്തിലൊരു സാധനം മുകളിൽ വരില്ലേ, അതിന് പറയുന്നതാണ് സ്കാബ്. അപ്പൊ കുട്ടികൾ അതിങ്ങനെ പൊളിക്കും ചിലപ്പോൾ. അത് ചെയ്യരുത് എന്ന് പറയാൻ ഡോണ്ട് പിക്ക് ദ സ്കാബ്. ഇനി കറിക്കൊക്കെ അരിയുമ്പോൾ അറിയാണ്ട് കൈമുറിയാണെങ്കിൽ അത് കട്ടാണ്. ചെറിയൊരു കട്ടാണെന്ന് പറയാൻ ഇറ്റ്സ് ജസ്റ്റ് എ സ്മോൾ കട്ട്. ഇനി എവിടെയെങ്കിലും നമ്മൾ നടക്കുമ്പോൾ കണ്ണ് കാണാണ്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുഴച്ചു വരില്ലേ, അതിന് പറയുന്നതാണ് ബംപ്. ഐ ബംപ്ഡ് മൈ ഹെഡ് ഓൺ ദ ഡോർ. അവൻ നെറ്റിയിൽ ഒരു മുഴയുണ്ടെന്ന് പറയാൻ there's a bump on his forehead. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു പേർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ നിറം വരാറുണ്ട്. അതിന് പറയുന്നതാണ് ബ്രൂസ്. ബ്രൂയിസ് അല്ല, ബ്രൂസ്. I bumped into the table and got a bruise. ചിലപ്പോൾ നടക്കുമ്പോൾ കാലൊക്കെ ഒന്ന് മടങ്ങി പോലെ അങ്ങനെ ഉളുക്കുന്നതിനെ പറയുന്നതാണ് സ്പ്രെയിൻ. നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? I sprained my ankle. ഇംഗ്ലീഷ് പഠിക്കാൻ easyenglishwithvinny.com.